ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഡുക്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേറ്റഡ് കാറ്റഗറി 1 EVS മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, വികസനത്തിനും പുരോഗതിക്കുമായുള്ള അന്താരാഷ്ട്ര ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻസ്: ഫെബ്രുവരി 28, നവംബർ 10, ഡിസംബർ 12, നവംബർ 14. ശരിയായിട്ടുള്ള ഉത്തരം നവംബർ 10. ദേശീയ ശാസ്ത്ര ദിനമാണ് ചോദിക്കുന്നത് എങ്കിൽ അതിന്റെ ഉത്തരം ഫെബ്രുവരി 28. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 28. അന്താരാഷ്ട്ര ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് നവംബർ 10. രണ്ടാമത്തെ ചോദ്യം, തുമ്പികൾ, ശലഭങ്ങൾ എന്നിവയെ വളർത്തുന്ന കൃത്രിമ ആവാസ വ്യവസ്ഥ. ഓപ്ഷൻസ്: ഹെർബേറിയം, വൈവേറിയം, അക്വേറിയം, ടെറേറിയം. ശരിയായിട്ടുള്ള ഉത്തരം വൈവേറിയം. മൂന്നാമത്തെ ചോദ്യം, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വസ്തു. ഓപ്ഷൻസ്: അക്വാറീജിയ, സൾഫ്യൂറിക് ആസിഡ്, അമോണിയം നൈട്രേറ്റ്, നൈട്രിക് ആസിഡ്. ഉത്തരം സൾഫ്യൂറിക് ആസിഡ്. അടുത്ത ചോദ്യം, ശാസ്ത്ര പഠനത്തിൽ അനുഭവാധിഷ്ഠിത പഠനത്തിന്റെ ആധുനിക കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചത് ആര്? ഓപ്ഷൻസ്: ഡേവിഡ് എ കോൾബ്, ജോൺ ഡ്യൂയി, കിൽ പാട്രിക്, ബ്രൂണർ. ശരിയായിട്ടുള്ള ഉത്തരം ഡേവിഡ് എ കോൾബ്. അടുത്ത ചോദ്യം, പഠനത്തോടൊപ്പമുള്ള വിലയിരുത്തലും ഫീഡ്ബാക്ക് നൽകലും വിലയിരുത്തലിന്റെ ഏത് തലങ്ങളിൽ പെടും? ഓപ്ഷൻസ്: പഠനത്തിന്റെ വിലയിരുത്തൽ, മൂല്യനിർണയം, പഠനത്തിനായുള്ള വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം. അപ്പോൾ ഒരു സംശയവും വേണ്ട, ഇതിന്റെ ഉത്തരം പഠനത്തിനായുള്ള വിലയിരുത്തൽ. ആറാമത്തെ ചോദ്യം, ഗ്രഹചലനങ്ങളെ കുറിച്ച് ഏറ്റവും പുതിയ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻസ്: ഗലീലിയോ, കെപ്ലർ, ഐസക് ന്യൂട്ടൺ, കോപ്പർനിക്കസ്. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം കെപ്ലർ. ഏഴാമത്തെ ചോദ്യം, ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, കാൽസ്യം കാർബൈഡ്, ഈർഫെൽ മെർക്യാപ്റ്റൻ, സോഡിയം ബെൻസോയിറ്റ്. ഓപ്ഷൻ ബി കാൽസ്യം കാർബൈഡ് ആണ് ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, മാവും മരവാഴയും തമ്മിലുള്ള ജീവിബന്ധം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻസ്: പരാദജീവനം, കമൻസെലിസം, മ്യൂച്വലിസം, മത്സരം. ആൻസർ കമൻസെലിസം, സഹഭോജിതം എന്നും പറയും. അടുത്ത ചോദ്യം, ജലത്തിലൂടെ പകരുന്ന രോഗം ഏത്? കോളറ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, എലിപ്പനി. ശരിയായിട്ടുള്ള ഉത്തരം മഞ്ഞപ്പിത്തം. അവസാനത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം. ലാറ്ററൈറ്റ് മണ്ണ്, കറുത്ത മണ്ണ്, കളിമണ്ണ്, എക്കൽ മണ്ണ്. ശരിയായിട്ടുള്ള ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്.